നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. 80ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആചരിച്ച രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തി. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തി. ജില്ലകളിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിച്ചു. വികസിത് ഭാരതിനായി സപ്തധാര പ്രഖ്യാപനങ്ങളുമായി പ്രധാനമന്ത്രി. ഊർജ പ്രതിസന്ധി മറികടക്കാൻ ആണവോർജം സാധ്യതയാക്കുന്നു. 100 ജിഗാവാട്ട് പദ്ധതിക്ക് തുടക്കമിടുന്നു. സെമി കണ്ടക്ടർ ഉൽപാദനം ഇരട്ടിയാക്കും. ജൻസികൾക്ക് ഹസ്തദാനം ചെയ്ത് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി. വിവാദം ഒഴിവാക്കാൻ ജാഗ്രത കാട്ടി സർക്കാർ ആഘോഷങ്ങളിൽ വന്ദേമാതരം ആലപിച്ചില്ല. സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നാടകീയ രംഗങ്ങൾ. ഒരേ സമയം ദേശീയഗാനവും വന്ദേമാതരവും ആലപിച്ചു. ദേശീയഗാനത്തിനിടെ വന്ദേമാതരം ആലപിച്ച് BJP അംഗങ്ങൾ. വനംവകുപ്പ് ആസ്ഥാനത്തും പൂർണ്ണ ആലാപനം. AICC ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങൾ. വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. തടയാൻ ശ്രമിച്ചു സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും. ആലാപനത്തിൽ വിവാദമില്ലെന്ന് ജയറാം രമേശ്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിലും കർണാടകയിലും വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരായ GST ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘം. GST വകുപ്പ് SIT രൂപീകരിച്ചു. EDയും പ്രാഥമിക അന്വേഷണം തുടങ്ങി. പുറത്തുവിട്ട ആരോപണങ്ങളിൽ മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് ആൻഡോ അഗസ്റ്റിൻ. CJPയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വീണ്ടും വെട്ടി. സ്വാതന്ത്ര്യദിനത്തിൽ തങ്ങളുടെ ശബ്ദം അടിച്ചമർത്താനാണ് ശ്രമിച്ചതെന്ന് അഭിജിത് ദീപ് കെ. ചേർത്തല തിരോധാന കേസിൽ വൻ ഗൂഢാലോചന നടന്നതിന് തെളിവ്. ബിന്ദു പത്മനാഭന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ കോടതിയെയും തെറ്റിദ്ധരിപ്പിച്ചു. മരണപ്പെട്ട ബിന്ദു ജീവിച്ചിരിപ്പുണ്ടെന്ന് കാട്ടി സമൻസ് അയച്ചു. കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. ഓണം ആഘോഷിക്കാൻ നാട്ടിലേക്ക് തിരിക്കാനൊരുങ്ങുന്നവരോട് തീവട്ടിക്കൊള്ള. സ്വകാര്യ ബസ്സുകളും വിമാന കമ്പനികളും നിരക്കുകൾ കുത്തനെ കൂട്ടി. വിമാന നിരക്കിൽ 50% വരെ വർധനവ്. ട്രെയിനുകളിൽ മാസങ്ങൾക്ക് മുൻപേ ടിക്കറ്റുകൾ തീർന്നു. USS എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പലിലെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ തള്ളി ട്രംപ്. വിന്യാസം നീണ്ടതായിരുന്നില്ലെന്ന് ട്രംപ്. സൈനികരുടെ ബന്ധുക്കൾക്ക് ആശങ്കയില്ലെന്നും അവകാശവാദം. ലിങ്കൻ ഉടൻ തന്നെ മേഖലയിൽ നിന്ന് മാറുമെന്നും പകരം സമാനമായ മറ്റൊരു കപ്പൽ എത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. പശ്ചിമേഷ്യയിൽ അവകാശവാദങ്ങൾ ആവർത്തിച്ച് അമേരിക്കയും ഇറാനും. ഹോർമുസ് വൈകാതെ അമേരിക്കയുടെ ഭരണത്തിന് കീഴിലാകുമെന്ന് ഡൊണാൾഡ് ട്രംപ്. കടലിടുക്ക് ഇറാന്റേതെന്നും US പരാജയം അംഗീകരിക്കുന്നവരെ ഉപരോധം തുടരുമെന്നും ഇറാനിയൻ വിദേശകാര്യമന്ത്രി. പശ്ചിമേഷ്യൻ യുദ്ധം ഗുരുതര പാരിസ്ഥിതിക പ്രതിസന്ധിക്കിടയാക്കുന്നു. ഇറാൻ തീരത്ത് കിലോമീറ്ററുകളോളം ദൈർഘ്യത്തിൽ ചരക്ക് കപ്പലിൽ നിന്ന് എണ്ണ പടരുന്നു. എണ്ണ വ്യാപനം വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്ത്. സ്വാതന്ത്ര്യദിനത്തിന്റെ നിറവിൽ രാജ്യം. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാ സുഫലാ മലയജ ശീതലാ സസ്യശ്യാമലാ മാതരം, വന്ദേ മാതരം. 80ാം സ്വാതന്ത്ര്യദിനം രാജ്യം പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. ചെങ്കോട്ട സമുച്ചയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിവർണ്ണ പതാക ഉയർത്തി.
പതാക ഉയർത്തിയതിനു ശേഷം ത്രിവർണ്ണ പതാകയ്ക്ക് രാഷ്ട്രീയ സല്യൂട്ട് നൽകി. തുടർന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ 2 Mi-17 ഹെലികോപ്റ്ററുകൾ വേദിയിലേക്ക് പുഷ്പവൃഷ്ടി നടത്തി. 1721 ഫീൽഡ് ബാറ്ററിയിലെ ഗണ്ണർമാർ 21 ഗൺ സല്യൂട്ട് മുഴക്കി. വന്ദേ മാതരം, വൺ നേഷൻ, വൺ വികസിത് ഭാരത് 2047 യുവശക്തി എന്ന പ്രമേയത്തിലായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ. ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചു. ോടെ വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പുരോഗതി ത്വരിതപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിന് ലക്ഷ്യമിട്ട് 7 പ്രധാന മേഖലകളിൽ ഊന്നൽ നൽകിയുള്ള സപ്തധാര പദ്ധതി വിവരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൽപാദനം, കൃഷി, സാങ്കേതികവിദ്യ, പ്രതിരോധം, ഹരിത സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിൽ രാജ്യം ഊന്നൽ നൽകുമെന്ന് നരേന്ദ്രമോദി പ്രസംഗത്തിൽ വ്യക്തമാക്കി. हमें रिफॉर्म की गति को भी आगे बढ़ाना है और जब मैं रिफॉर्म की बात कर रहा हूं, रिफॉर्म नहीं हमारे लिए कोई कंपल्सन है, नहीं रिफॉर्म ये हमारे के लिए कोई बजबड़ है, हमारे लिए रिफॉर्म ये कन्विक्शन है। आउट ऑफ कन्विक्शन हम रिफॉर्म एक्सप्रेस पर चल पड़े हैं और हम आने वाले दिनों में भी नेक्स्ट लेवल रिफॉर्म की ओर बढ़ने वाले हैं। और इसलिए सरकार, समाज, उद्योग, उत्पादक, किसान, हर किसी ने अपनी ट्रेडिशनल व्यवस्थाओं में रिफॉर्म करना पड़ेगा, सोच में रिफॉर्म करना होगा, अपने लक्ष्यों को रिफॉर्म करना होगा। और इसलिए मेरे प्यारे देशवासियों, हमें एक निश्चित दिशा में को लेकर के चलना होगा। मैं आज उस युग को भी याद करना चाहूंगा जब देश
भारत का सामर्थ्य सप्त सिंधु के रूप में हम जानते थे, हम समझते थे, हम सुनते थे। अब विकसित भारत बनाने के लिए हमें नई धारा चाहिए। आज लाल किले की प्राचीर से मैं देश के सामने शक्ति की सप्त धारा का आवाहन करता हूं। आने वाले 5-7 साल में जो पिछले 5-7 दशक में नहीं हुआ, वो सप्त धारा के सामर्थ्य से, शक्ति से हम देश को नई ऊंचाई, नई गति देंगे और नए लक्ष्यों को पार करने वाला सामर्थ्य देंगे। ഇന്ത്യ ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 5 പുതിയ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാനും 100 ജിഗാവാട്ട് ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കാനുമാണ് ലക്ഷ്യം. 2047 तक हम 100 गीगावाट न्यूक्लियर पावर का लक्ष्य लेकर के चल रहे हैं। इसी एक दशक में हम 5 नए न्यूक्लियर रिएक्टर शुरू करने का लक्ष्य लेकर के चल रहे हैं। इस वर्ष भारत ने फास्ट ब्रीडर न्यूक्लियर टेक्नोलॉजी में महारत हासिल करके एक अहम पड़ाव पार किया है और उसके कारण परमाणु ईंधन में आत्मनिर्भर बनने की दिशा में हमें एक बहुत बड़ा सफलता का कदम हमने रखा है. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പെട്രോൾ, ഡീസൽ, LPG എന്നിവ ലഭിക്കില്ലെന്ന് ചിലർ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. പ്രധാനമന്ത്രി ഇക്കാര്യം ആരോപിച്ചു. പ്രസംഗത്തിൽ ഊർജ്ജ വിതരണം ഉറപ്പാക്കി സർക്കാർ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചു. രാജ്യത്ത് ഗ്യാസ്, ഇന്ധനം, യൂറിയ എന്നിവയുടെ ക്ഷാമമില്ല എന്നും ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. वेस्ट एशिया का क्राइसिस आया, पेट्रोल पंप पे पेट्रोल नहीं मिलेगा, गैस नहीं मिलेगा, डीजल नहीं मिलेगा, फर्टिलाइजर नहीं मिलेगा। सारी दुनिया भर की अफवाहें फैला करके भारत के लोगों को भयभीत करने का, डराने का, चिंता के अंदर डुबो देने का कुछ लोगों को आनंद आ रहा था। लेकिन देश ने देख लिया कि पिछले 10-12 साल की सुविचारित योजनाएं रंग ला रही है और हम इतने बड़े संकट के बावजूद भी नागरिक देवो भव के मंत्र को लेकर के जीते हुए भारत ने जो तैयारियां की थी, एक के बाद एक कदम उठाया था। सोचा नहीं था कि संकट आएगा, लेकिन उस संकट के समय में ये सारी चीजें काम आ गई और आज देश में गैस भी है, पेट्रोल भी है, यूरिया भी है। ഇന്ത്യ ഒരു നവീകരണ കേന്ദ്രമായി മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൃത്രിമ ബുദ്ധി, റോബോട്ടിക്സ്, ബഹിരാകാശം, ക്വാണ്ടം, ഡേറ്റാ സെന്ററുകൾ എന്നീ രാജ്യമേഖലകളിൽ മുന്നേറ്റം തുടരുന്നുവെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ഇനി ചെറിയ സ്വപ്നങ്ങളാൽ നയിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വലിയ സ്വപ്നങ്ങൾ കാണണം, കാരണം വലിയ സ്വപ്നങ്ങൾ നമ്മുടെ ചിന്തയെ വികസിപ്പിക്കുകയും കാഴ്ചപ്പാടിന്റെ ചക്രവാളങ്ങൾ വിശാലമാക്കുകയും ചെയ്യും എന്നും ചെങ്കോട്ട പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു. 2036 में जो ओलंपिक होगा, हम चाहते हैं कि वो भारत में हो, लेकिन 2036 में जिन विधाओं में आज भारत खेलता नहीं है, जिन विधाओं में भारत क्वालिफाई नहीं करता है, जिन स्पर्धाओं में भारत ने छोड़ के रखा है, 3/4 हिस्सा हमारे इंतजार कर रहा है। भारत उस पर बल देगा और इसके लिए हम टैलेंट हंट का एक अभियान भी चलाना चाहते हैं। हमें अगर 2036 के लिए खिलाड़ी चाहिए तो आज जो 5 साल, 10 साल, 15 साल की उम्र के नौजवान हैं, बेटे हैं, उनके तरफ ध्यान देना होगा, उन बेटियों पर ध्यान देना होगा। और इसलिए 5 से 15 उम्र के बच्चों में खेल प्रतिभा ढूंढने के लिए गांव-गांव, शहर-शहर, स्कूल-स्कूल एक टैलेंट हंट का अभियान चलाया जाएगा। बच्चों की प्रतिभा को देखा जाएगा और फिर उनको स्पेशल ट्रेनिंग दे करके देश के लिए खेलने वाले अच्छे खिलाड़ी बनाए जाएंगे. യുവശക്തിയിൽ രാജ്യം മുന്നോട്ട് കുതിക്കുകയാണെന്നും 80ാം സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം ചെങ്കോട്ടയിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു.
വന്ദേമാതരം പരമ്പരാഗത രീതിയിൽ ആലപിച്ചാൽ മതിയെന്ന പാർട്ടി നിലപാട് തള്ളി കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ. കേരളം ഒഴികെയുള്ള കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല AICC ആസ്ഥാനത്ത് നടന്ന ആഘോഷത്തിലും വന്ദേമാതരത്തിലെ എല്ലാ ചരണങ്ങളും ആലപിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും നിർത്താൻ കൈകാണിച്ചുവെങ്കിലും ഗായക സംഘം പൂർണ്ണമായും ആലപിച്ച ശേഷമാണ് നിർത്തിയത്. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം ശസ്യശ്യാമലാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുലകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദലശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം കോടി കോടി കണ്ഠ കലകല നിനാദ കരലേ कोटि कोटि भुजे धृत कर करवाले केवल मां तुम्ही आ बोले बहुबल धारिणी नमामि तारिणी रिपुदल वारिणी मातरम वंदे मातरम तुम्ही विद्या तुम्ही धर्मा तुम्ही हृदि तुम्ही मर्मा त्वं हि प्राणा शरीरे बाहुते तुम्ही मा शक्ति हृदये तुम्ही मा भक्ति तुम्हारी प्रतिमा गढ़ी मंदिरे मंदिरे वंदे मातरम त्वं हि दुर्गा दश प्रहरण धारिणी कमला कमल दल विहारिणी वाणी विद्या दायिनी नमामि त्वां नमामि कमलाम् अमलाम् अतुलां सुजलां सुफलां मातरं वन्दे मातरं श्यामलां सरलां सुस्मितां भूषितां धरणीं भरणीं मातरं वन्दे मातरं वन्दे मातरम्. ആഘോഷത്തിന്റെ ഭാഗമായി വന്ദേമാതരം ആലപിക്കേണ്ടില്ലെന്ന നിലപാടാണ് കേരളം സ്വീകരിച്ചത്. പക്ഷേ കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് സർക്കാരുകൾ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായി വന്ദേമാതരത്തിലെ എല്ലാ ചരണങ്ങളും ആലപിച്ചു. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു ഉണ്ട്. കിരണ്, കോൺഗ്രസ് വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുന്നതിനെതിരായിരുന്നു നമുക്കറിയാം. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അവർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആസ്ഥാനത്ത് വ്യത്യസ്തമായത് എങ്ങനെയാണ് കിരൺ? രഞ്ജിത്തെ, വന്ദേമാതര വിഷയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായത് കനത്ത തിരിച്ചടിയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ കേരളം മാത്രമാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് വന്ദേമാതരം പരമ്പരാഗതമായി ചെല്ലുന്ന 2 ചരണങ്ങൾ മാത്രം ചൊല്ലുക എന്നുള്ളതാണ് കോൺഗ്രസ് നിലപാട്. അത് കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കളെല്ലാം പാർലമെന്റ് അടക്കം വ്യക്തമാക്കിയതാണ്. പക്ഷേ അതിന് വിരുദ്ധമായി കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് ഈ 3 സംസ്ഥാനങ്ങളിലും ഔദ്യോഗിക സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വന്ദേമാതരം എല്ലാ ചരണങ്ങളും ആലപിച്ചു. അതോടൊപ്പം തന്നെ അതിലും വലിയ രീതിയിൽ AICC ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പങ്കെടുത്ത ചടങ്ങിൽ ഗായക സംഘം ഈ വന്ദേമാതരം പൂർണ്ണമായ ചരണങ്ങളും ആലപിച്ചു. ഈ 2 ചരണങ്ങൾ കഴിഞ്ഞ് വീണ്ടും അടുത്ത ചരണത്തിലേക്ക് കടന്നപ്പോൾ രാഹുൽ ഗാന്ധി ഇതെന്താണ് സംഭവിക്കുന്നത് എന്നത് മുഖം കൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിക്കുന്നത് കാണാം. ഇതിനിടയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും പരസ്പരം സംസാരിച്ച ശേഷം ഇത് നിർത്താൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. പക്ഷേ അത്
നിർത്തുന്നില്ല. ഗായക സംഘം മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ഈ വന്ദേമാതരം പാടിക്കഴിഞ്ഞ ശേഷമാണ് നിർത്തിയത്. കോൺഗ്രസിന് ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ഔദ്യോഗികമായ വിശദീകരണം ഒന്നും വന്നിട്ടില്ല. പക്ഷേ ജയറാം രമേശ് നൽകിയൊരു വിശദീകരണം ഏതെങ്കിലും തരത്തിൽ വന്ദേമാതരം നിർത്തണം എന്നല്ല സോണിയാഗാന്ധി ആവശ്യപ്പെട്ടത്. മല്ലികാർജ്ജുൻ ഖാർഗെ പ്രായമായ ആളാണ്, അദ്ദേഹം ദീർഘനേരമായി നിൽക്കുകയാണ്, അദ്ദേഹത്തിന് കസേര വേണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത് എന്നൊരു ന്യായീകരണമാണ് ജയറാം രമേശ് നൽകുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട്. പാർലമെന്റ് ഈയിടെ പാസാക്കിയ ദേശീയ ഗീതം പാടുമ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുകയോ അതിനെ അപമാനിക്കുകയോ ചെയ്താൽ കേസെടുക്കാം എന്നുള്ള ഒരു നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയിരുന്നു. ഈ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ വന്ദേമാതരം പാടുമ്പോൾ അത് നിർത്താനാണ് ആവശ്യപ്പെട്ടതെങ്കിൽ സോണിയാഗാന്ധിക്കെതിരെ കേസെടുക്കാൻ കഴിയും, മല്ലികാർജ്ജുൻ ഖർഗെക്കെതിരെയും കേസെടുക്കാൻ കഴിയും. സ്വാഭാവികമായും ഈ വിഷയത്തിൽ രാജ്യത്തിൽ BJPയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്ന് പരാതി വരാൻ സാധ്യതയുണ്ട്. ആ പരാതി വന്നാൽ ആ കേസെടുത്താൽ അത് രാജ്യത്തിൻ്റെ ഒരു നിയമം ലംഘിച്ചു എന്ന തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കോടതിയിലടക്കം അല്ലെങ്കിൽ മാപ്പ് പറയേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാവണം. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഇത് നിർത്താൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ കോൺഗ്രസ് നൽകുന്ന വിശദീകരണം അങ്ങനെയല്ല. ഇത് നിർത്താനല്ല, കൈകൊണ്ട് ആംഗ്യം കാണിച്ചത് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കസേര എടുക്കാനാണ്. ആംഗ്യം കാണിച്ചതിൻ്റെ അർത്ഥം എന്താണ് എന്നത് കോടതിക്കോ നിയമത്തിനോ ഒന്നും വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ സമർത്ഥമായിട്ടാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ ഒരു ന്യായീകരണം നൽകുന്നത്. പക്ഷേ ഈ ന്യായീകരണത്തിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാട് ആദ്യ 2 ചരണങ്ങൾ മാത്രം പാടുക, പിന്നീടുള്ള ചരണങ്ങൾ ഒരു മതത്തിൻ്റെ ദൈവങ്ങളെ സ്തുതിക്കുന്നതാണ്. അത് ഇന്ത്യ എന്ന ആശയത്തിന് എതിരാണ്, ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തിനെതിരാണ്. അതുകൊണ്ട് അത് പാടാൻ നിർബന്ധിക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാടായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും കോൺഗ്രസ് മുഖ്യമന്ത്രിയുള്ള തെലങ്കാനയിലും കോൺഗ്രസ് മുഖ്യമന്ത്രിയുള്ള ഹിമാചൽ പ്രദേശിലും ഈ ഗാനം പൂർണ്ണമായും തന്നെ, ഈ ദേശീയ ഗീതം പൂർണ്ണമായും തന്നെ ആലപിക്കുന്ന അവസ്ഥയുണ്ടായി. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളം മാത്രമാണ് കോൺഗ്രസിൻ്റെ ദേശീയ നിലപാടിനൊപ്പം നിന്ന് ആലപിക്കേണ്ട എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. എന്തിന് പാർട്ടി ആസ്ഥാനത്ത് പോലും ഈ തരത്തിൽ ദേശീയ ഗീതം പൂർണ്ണമായി ആലപിക്കുന്ന അവസ്ഥയുണ്ടായി. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടിനെ തള്ളിക്കൊണ്ട് ഒരു പരിപാടി ആസ്ഥാനത്ത് നടന്നതിന് ഏതെങ്കിലും തരത്തിൽ വിശദീകരണമോ ന്യായീകരണമോ നൽകാൻ പാർട്ടിക്കാവില്ല. വല്ലാത്ത ഒരു പെടലിലാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ പെട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ശരി കിരൺ ബാബു. AICC ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിച്ചതിൽ വിവാദമില്ലെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ്. ഗീതം തടസ്സപ്പെടുത്താൻ ആരും ശ്രമിച്ചിട്ടില്ല എന്നും ജയറാം രമേശ് പറഞ്ഞു. अर्बन नक्सल कहो, दिमागी नक्सल कहो, और बाद में जो वो लोग कह रहे हैं अपने राजनीतिक विरोधी, उनको अपनाओ, उनको उनके जो सोच है, उनके जो सलाह है, उनकी जो मांगे हैं, उसको पूरी करो. ये पूरे राजनीतिक भाषण में आज 12 साल के बाद कुछ नई बात नहीं हुई. वही बात, वही राग, वही जो दावा करते थे पहले से, वही दावा उन्होंने. അതേസമയം നരേന്ദ്രമോദിയുടെ ചെങ്കോട്ട പ്രസംഗത്തിലെ ദിമാഗി നക്സൽ പ്രയോഗത്തെ ജയറാം രമേശ് വിമർശിച്ചു. ആദ്യം എതിരാളികളെ മോദി നഗര നക്സൽ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ഇപ്പോൾ ദിമാഗി നക്സൽ എന്ന് വിളിക്കുന്നുവെന്നും ജയറാം രമേശ് എക്സിൽ കുറിച്ചു. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിച്ചു. വന്ദേമാതരം ആലപിക്കാതെയായിരുന്നു തലസ്ഥാനത്തെ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിച്ചത്. ദേശീയഗാനം മാത്രമാണ് ബാൻഡ് വായിച്ചത്. സ്വാതന്ത്ര്യത്തിനായി ജീവൻ നഷ്ടമായവർക്ക് ആദരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ അന്ധതയും വിദ്വേഷവും വെടിയണം. പ്രളയം പ്രതിരോധിക്കാൻ ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരുമെന്നും VD സതീശൻ വ്യക്തമാക്കി. നമ്മുടെ ഭരണഘടനയും അത് ഉറപ്പു നൽകുന്ന അടിസ്ഥാന തത്വങ്ങളായ മതേതരത്വവും തുല്യതയും സ്വാതന്ത്ര്യവും സോഷ്യലിസവും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രത്യേക ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കരുതലോടെയും പ്രവർത്തിച്ചേ മതിയാവൂ. ഭരണഘടനാ തത്വങ്ങൾക്കും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ അണിനിരക്കേണ്ട സമയമാണിത്. മഹാത്മജിയും ബാബാ സാഹേബ് അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും അബ്ദുൽ കലാം ആസാദും ഒക്കെ ഉൾപ്പെടെയുള്ളവർ
മുന്നോട്ട് വെച്ച ആദർശങ്ങൾക്കും പ്രവർത്തന രീതികൾക്കും മുൻപന്നത്തെക്കാളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം കൈവന്നിരിക്കുന്നു. നാടെങ്ങും ചെറുപ്പക്കാർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അതിനുദാഹരണമാണ്. അവ കണ്ടില്ലെന്ന് നടിക്കുന്നത് അക്ഷന്തവ്യമായ തെറ്റുമാണ്. നമ്മുടെ യുവത രാഷ്ട്രീയ ബോധ്യങ്ങൾ ഇല്ലാത്തവരല്ല. അവരെല്ലാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. തിരുത്തൽ ശക്തിയാകാനും ഭാവിയിൽ തെളിമയോടെ രാജ്യത്തെ നയിക്കാനുമുള്ള കരുത്ത് അവർക്കുണ്ട്. സമീപകാല സംഭവങ്ങൾ അതാണ് തെളിയിക്കുന്നത്. പത്തനംതിട്ടയിൽ മന്ത്രി പി സി വിശ്വനാഥും എറണാകുളത്ത് മന്ത്രി റോജി എം ജോണും പാലക്കാട് എൻ ഷംസുദ്ദീനും വയനാട്ടിൽ ടി സിദ്ദിഖും ഇടുക്കിയിൽ അനൂപ് ജേക്കബും ആലപ്പുഴയിൽ എം ലിജുവും തൃശൂരിൽ ഒ ജെ ജനീഷും കോട്ടയത്ത് മോൻസ് ജോസഫും അഭിവാദ്യം സ്വീകരിച്ചു. രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഔദ്യോഗിക സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ നിന്ന് വന്ദേമാതരം ഒഴിവാക്കി. തലസ്ഥാനത്തുൾപ്പെടെ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ വന്ദേമാതരം ആലപിച്ചില്ല. സ്കൂളുകളിലും വന്ദേമാതര ആലാപനമുണ്ടായിരുന്നില്ല. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ വന്ദേമാതരത്തിന്റെ ആദ്യ ഖണ്ഡിക ആലപിച്ചെങ്കിലും CPM CPI ആസ്ഥാനങ്ങളിൽ ഇത് പൂർണ്ണമായും ഒഴിവാക്കി. അതേസമയം BJP ആസ്ഥാനമായ മാരാർജി ഭവനിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ആദ്യമായി നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത്. കാരണം മറ്റൊന്നുമല്ല, വന്ദേമാതരം പൂർണ്ണമായി സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം സംസ്ഥാന ചീഫ് സെക്രട്ടറി തദ്ദേശ സ്ഥാപനങ്ങൾക്കടക്കം സർക്കുലറായി നൽകിയിരുന്നു. അത് ഇത്തവണ ഔദ്യോഗിക പരിപാടികളിൽ നടപ്പിലാക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കിയത്. എന്നാൽ മുഖ്യമന്ത്രി VD സതീശൻ പതാക ഉയർത്തിയ സെൻട്രൽ സ്റ്റേഡിയത്തിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിലോ മന്ത്രിമാർ പങ്കെടുത്ത സംസ്ഥാനത്തെ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്ന പരിപാടികളിലോ വന്ദേമാതരം ആലപിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം കോൺഗ്രസ് ആസ്ഥാനമായ KPCC ഓഫീസിൽ ഇന്ദിരാഭവനിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ഖണ്ഡികകൾ ആലപിച്ചു. ദേശീയഗാനവും അവിടെ മുടങ്ങി. അതേസമയം CPM ആസ്ഥാനമായ AKG സെൻട്രൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പതാക ഉയർത്തിയെങ്കിലും അവിടെ ദേശീയഗാനമോ വന്ദേമാതരമോ ആലപിച്ചില്ല. അതേസമയം CPI ആസ്ഥാനമായ ML സ്മാരകത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ദേശീയ പതാക ഉയർത്തിയത്. അവിടെ പക്ഷേ വന്ദേമാതരം ആലപിച്ചില്ല, പകരം ദേശീയഗാനം മാത്രമാണ് മുടങ്ങിയത്. എന്നാൽ BJP ആസ്ഥാനമായ മാരാർജി ഭവനിൽ വന്ദേമാതരം മുഴുവനായി ആലപിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയിലും സമാനമായ തരത്തിൽ വന്ദേമാതരം മുഴുവനായി തന്നെ ആലപിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിൽ പിണറായിയിലെ MLA ഓഫീസിൽ വന്ദേമാതരം ആലപിക്കാതെ ദേശീയ പതാക ഉയർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വന്ദേമാതരം വിവാദം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടെ അവസാനിക്കുന്നില്ല, അത് മറ്റൊരു തലത്തിലേക്ക് കടക്കുമെന്ന് തന്നെ പറയാം. വന്ദേമാതരം ഔദ്യോഗികമായി ആലപിക്കാതെ ഇരുന്ന സർക്കാർ പരിപാടികളിൽ ആലപിക്കാതിരുന്ന നടപടിക്കെതിരെ BJP വലിയ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. അതിനോട് ഏത് തരത്തിലായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായൊരു പ്രതികരണം ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നാടകീയ രംഗങ്ങൾ. ഒരേ സമയം ദേശീയഗാനവും വന്ദേമാതരവും ആലപിച്ചു. മേയർ ദേശീയഗാനം പാടിയപ്പോഴാണ് BJP കൗൺസിലർമാർ വന്ദേമാതരം പാടിയത്. BJP കൗൺസിലർമാർ വന്ദേമാതരം ആലപിക്കുന്നത് അറിയിച്ചില്ലെന്ന് മേയർ O സദാശിവം പറഞ്ഞു. അനവസരത്തിലുണ്ടായ നടപടി ചടങ്ങിന് അഭംഗിയുണ്ടാക്കിയെന്നും മേയർ പറഞ്ഞു. കോർപ്പറേഷനിലെ വിവാദം ആസൂത്രിതമെന്ന് ലീഗ് ആരോപിച്ചു. കോടി കോടി
കോഴിക്കോട് കോർപ്പറേഷനിൽ നാടകീയ രംഗങ്ങൾക്കാണ് ഇന്ന് സ്വാതന്ത്ര്യദിനം സാക്ഷ്യം വഹിച്ചത്. ഇവിടെ ഔദ്യോഗികമായ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുമ്പോൾ ഒരേ സമയത്ത് തന്നെ ദേശീയ ഗീതവും ദേശീയ ഗാനവും വന്ദേമാതരവും ജനഗണമനയും പാടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. ഒരേ സമയത്താണ് ഇരു കൂട്ടരും BJP കൌൺസിലർമാരാണ് പ്രത്യേകിച്ചും വന്ദേമാതരം പാടി. നമുക്കൊപ്പം BJP കൌൺസിലർമാർ തന്നെ എന്താണ്? നമുക്കറിയാം, ഈ രാജ്യത്തെ നിയമപരമായി വന്ദേമാതരം പാടാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ മേയറോടും ഡെപ്യൂട്ടി മേയറോടും ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വന്ദേമാതരം ആലപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ സമയത്ത് വളരെ മോശമായി സംസാരിച്ചുവെങ്കിലും ഞങ്ങൾ ഇത്തരത്തിൽ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. മേയർ ദേശീയ പതാക ഉയർത്തി ആശംസ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്ദേമാതരം എന്ന് പറഞ്ഞ് വന്ദേമാതരം ആലപിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിനിടയിൽ ദേശീയഗാനം പാടിക്കൊണ്ട് വന്ദേമാതരത്തെയും ദേശീയഗാനത്തെയും അപമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, വന്ദേമാതരം പാടിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് വിഷ്വൽസിൽ കാണാം. ആ സമയത്ത് മേയറും ഡെപ്യൂട്ടി മേയറും തിരിഞ്ഞു നടക്കുകയാണ്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അത് പ്രതീക്ഷിക്കണം. ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തെയും സ്വാതന്ത്ര്യ ദിനത്തെയും അംഗീകരിച്ചവരെല്ലാവരും. പക്ഷേ ഇന്ന് കോൺഗ്രസിന്റെ ഒരു കൌൺസിലർമാർ പോലും ഇവിടെ എത്തിയിട്ടില്ല. ലീഗിന്റെയോ കോൺഗ്രസിന്റെ ഒരു കൌൺസിലർമാർ എത്തിയിട്ടില്ല. ചില മത തീവ്രവാദ സംഘടനകളെ ഭയന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം പകർത്തിട്ടുള്ള വന്ദേമാതരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ രാജ്യസ്നേഹികൾ ഉയർന്നു പ്രവർത്തിക്കും. അതിന്റെ ഒരു സൂചനയാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ വന്ദേമാതരത്തെയും ദേശീയഗാനത്തെയും അപമാനിച്ച മേയർക്കും ഡെപ്യൂട്ടി മേയർക്കെതിരെയും അതിശക്തമായ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നോ ഇന്ന് ഈ ദേശീയ ഗീതം? അതെ, അറിയിച്ചതാണ്. ഡെപ്യൂട്ടി മേയറെ അറിയിച്ചതാണ് പാടുന്നുണ്ട് എന്നുള്ളത്, ആലപിക്കുന്നുണ്ട് എന്നുള്ളത് അറിയിച്ചതാണ്. പക്ഷെ അതിനോട് തിരിഞ്ഞ് പറഞ്ഞിരുന്ന മറുപടി എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിലേ ഞങ്ങൾ അതിനെ എടുക്കുന്നുള്ളൂ. വിമർശനമാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വിമർശനം ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് അവർ ആ സമയത്ത് നൽകിയിട്ടുള്ളതും. പക്ഷെ അതെന്തോ ആവട്ടെ, ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് തന്നെ പറയാം. ഒരു സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തുന്നത് അതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. അവിടെ ഉണ്ടായിരുന്ന ബലിദാനികളുടെ ധീര ജവാന്മാർക്ക് നൽകുന്ന ഒരു ആദരവ് കൂടിയാണ് സ്വാതന്ത്ര്യ ദിനത്തിന് പതാക ഉയർത്തിക്കൊണ്ട് ആഘോഷിക്കുന്നത്. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഊർജ്ജം പകർന്നു നൽകിയിട്ടുള്ള ഗീതത്തെ അപമാനിച്ചുകൊണ്ട് ആ ഗീതം ആലപിക്കുന്ന സമയത്ത് തിരിഞ്ഞു നടക്കുക എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ദേശസ്നേഹത്തോട് തന്നെ ദേശസ്നേഹികളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഭരണഘടന ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനകത്ത് ഭരണപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോകും. ഈ ദേശത്തെ അപമാനിച്ചതിനെതിരെ, ദേശീയതയെ അപമാനിച്ചതിനെതിരെ, ദേശീയ ഗീതത്തെയും ഗാനത്തെയും ഒരുമിച്ച് അപമാനിച്ചതിനെതിരെ നിയമപരമായിട്ട് ഞങ്ങൾ നേരിടും. ഈ സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നത്തെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതരം പാടേണ്ടതില്ല എന്ന് നിലപാടാണ്. അതെ, UDF-ഉം LDF-ഉം ഒരേ തൂവൽ പക്ഷികളാണെന്ന് നമുക്കറിയാലോ. ഇവിടെ വന്ദേമാതരം എന്ന് പറയുന്നത് BJP-യുടെ ഗാനമല്ല, RSS-ന്റെ ഗാനമല്ല, അത് ദേശീയ ഗീതമാണ്. ആ ദേശീയ ഗീതം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ മുഴക്കിക്കൊണ്ടിരുന്ന ഒരു ഗീതമാണ്. ആ ഗീതത്തെ അപമാനിച്ചുകൊണ്ട് എന്ത് ആഘോഷമാണ് കോർപ്പറേഷനിൽ നടത്തുന്നത്? അത് ആലപിക്കണമെന്ന് പറയുമ്പോൾ അത് ആലപിക്കുന്ന ആളുകൾക്കെതിരെയും ഇതിന്റെ സംഘടന എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും LDF സംസ്ഥാനം ഇന്ന് UDF-ന്റെ കയ്യിലാണ്. UDF എടുത്തിരിക്കുന്ന നിലപാടും LDF എടുത്തിരിക്കുന്ന നിലപാടും ഒരേ നിലപാട് തന്നെയാണ്. അത് ദേശവിരുദ്ധ നിലപാടാണ്. എന്തായാലും വലിയ ഒരു വിവാദത്തിലേക്കാണ് കാര്യങ്ങൾ നയിക്കുന്നത്. കാരണം ഒരേ സമയത്ത് തന്നെയാണ് രണ്ട് ഗാനങ്ങളും ആലപിക്കപ്പെട്ടത്. ദേശീയ ഗീതത്തെ അപമാനിച്ചു എന്നാണ്, ഒപ്പം ദേശീയ ഗാനത്തെയും അപമാനിച്ചു എന്ന ആരോപണമാണ് ഇവിടെ BJP ഉയർത്തുന്നത്. ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJP-യുടെ തീരുമാനം. ദേശീയഗാനമായ ജനഗണമനയും ദേശീയഗീതമായ വന്ദേമാതരവും ഒരേ സമയം ആലപിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ എബി ജോസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതിയും നൽകി. ദേശീയ ഗാനാലാപനത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 1971 നാഷണൽ ഹോണർ ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. ദേശീയഗാനം ആലപിക്കുന്നത് മനഃപൂർവ്വം തടയുകയോ ദേശീയഗാനം ആലപിക്കുന്ന സംഘത്തിന് തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്യുന്നത് നിയമപ്രകാരം ശിക്ഷാർഹമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വന്ദേമാതരത്തിന് നിരോധനം ഏർപ്പെടുത്തി കേരളത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തോടൊപ്പം UDF സർക്കാർ അലങ്കോലമാക്കിയെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കർണാടകയിലും തെലങ്കാനയിലും ഹിമാചലിലും വന്ദേമാതരം ആലപിച്ചു. കേരളത്തിൽ നിരോധനം ഏർപ്പെടുത്തിയത് പാണക്കാട് നിന്നാണോ, ജമാഅത്തെ ഇസ്ലാമി SDPI കേന്ദ്രങ്ങളിൽ നിന്നാണോ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണം. സതീശൻ മുഖ്യമന്ത്രിയാകാൻ പിന്തുണ നൽകിയ തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ പ്രീതിപ്പെടുത്താനാണ് ശ്രമമെന്നും PK കൃഷ്ണദാസ് ആരോപിച്ചു. രാജ്യവ്യാപകമായി നടന്ന സ്വാതന്ത്ര്യ സമര ആഘോഷത്തെ കേരളത്തിൽ UDF സർക്കാർ പൂർണ്ണമായും അലങ്കോലപ്പെടുത്തിയിരിക്കുകയാണ്. രാഷ്ട്രഗീതമായ വന്ദേമാതര ഗാനത്തിന് സമ്പൂർണമായ നിരോധനം
കേരളത്തിൽ UDF സർക്കാർ ഏർപ്പെടുത്തി. ഈ വന്ദേമാതര ഗാനത്തിന് സമ്പൂർണമായ നിരോധനം വിലക്ക് ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? എവിടുന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സമ്പൂർണമായ നിരോധനം വന്ദേമാതരത്തിന് ഏർപ്പെടുത്തിയത്? ഒന്നുകിൽ AICC ആസ്ഥാനത്ത് നിന്ന് ലഭിച്ച നിർദ്ദേശമായിരിക്കണം, അല്ലെങ്കിൽ പാണക്കാട്ട് നിന്ന് ലഭിച്ച നിർദ്ദേശമാണോ എന്നും ഇതിലേതാണ് ശരിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണം. തിരുവനന്തപുരത്ത് വനവകുപ്പ് ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. വഴുതക്കാട് ഹെഡ് ഓഫീസിലായിരുന്നു പരിപാടി. PCCF ദീപക് മിശ്ര പതാക ഉയർത്തി. APCCF നിർദ്ദേശപ്രകാരമാണ് ആലപിച്ചതെന്ന് എസ്റ്റേറ്റ് വിഭാഗം അറിയിച്ചു. 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ചെന്നൈയിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് ത്രിവർണ്ണ പതാക ഉയർത്തി. ജാതി മത വ്യത്യാസങ്ങൾ അപ്രത്യക്ഷമാവുകയും ജനങ്ങൾ ഒത്തുചേരുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം കൈവരിക്കാനാകുമെന്ന് വിജയ് പറഞ്ഞു. തമിഴ്നാടിനെ കൈക്കൂലിയിൽ നിന്നും അഴിമതിയിൽ നിന്നും സംരക്ഷിക്കുകയും സത്യസന്ധവും സുതാര്യവുമായ ഒരു സംസ്ഥാന മന്ത്രിമാർ ഭരണം കാഴ്ചവെക്കുമെന്നും വിജയ് പറഞ്ഞു. സംസ്ഥാന മന്ത്രിമാർ നടി തൃഷ, വിജയിയുടെ പിതാവ് ചന്ദ്രശേഖർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി സമൂഹമാധ്യമ അക്കൗണ്ട് ബ്ലോക്കായതിനെതിരെ അഭിജിത്ത് ദീപ്കെ. CJPയുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ബ്ലോക്കായത്. സ്വാതന്ത്ര്യദിനത്തിൽ തങ്ങളുടെ ശബ്ദം അടിച്ചമർത്താനാണ് ചിലർ ശ്രമിച്ചതെന്ന് അഭിജിത്ത് ദീപ്കെ ആരോപിച്ചു. പിന്നീട് അക്കൗണ്ട് പ്രവർത്തനക്ഷമമായി. ഉത്തരാഖണ്ഡിൽ ഖാർഗെയ്ക്കുണ്ടായ വിവേചനം പരാമർശിച്ച് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാന നേതാവിന് പോലും വിവേചനം നേരിടേണ്ടി വന്നു. യുവത രാഷ്ട്രീയ ബോധ്യമില്ലാത്തവരല്ല, തിരുത്തൽ ശക്തിയാകാൻ അവർക്ക് കഴിയും. അതാണ് സമീപകാല സംഭവങ്ങൾ തെളിയിച്ചതെന്നും സതീശൻ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലും പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പ്രിൻസ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രിൻസ്, എന്താണ് പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷിക്കുന്നത്? പ്രതിയുടെ മൊഴി അത് സംശയാസ്പദമാണോ? രഞ്ജിത്ത്, തീർച്ചയായും പരസ്പര വിരുദ്ധമായ ഒരു മൊഴിയാണ് പ്രതി നൽകുന്നത്. പ്രത്യേകിച്ചും തുടക്കത്തിൽ, അതായത് ഈ സംഭവം നടന്നത് ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ ഏകദേശം 7:30 ശേഷമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം അതിനുശേഷം ഇയാൾ കൊലപാതകം നടത്തിയ ശേഷം ഈ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തി തന്റെ ബന്ധു അയച്ചു കൊടുക്കുകയായിരുന്നു. ആ ബന്ധു അത് എഴുകുമയിലെ ദേവാലയത്തിലെ വികാരിക്ക് അയച്ചു കൊടുക്കുകയും അദ്ദേഹം തൊട്ട് അയൽവാസികളെയും ചേർത്ത് വീട്ടിലെത്തിക്കുകയായിരുന്നു. ആ സമയത്ത് ഇയാൾ ആയുധങ്ങളൊക്കെയായാണ് വീട്ടിലിരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു, അവരെ പറഞ്ഞയച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു മൊഴി, ഒരു പറച്ചിൽ എന്ന രീതിയിലാണ് ഇയാൾ നാട്ടുകാരോടൊക്കെ ഈ വിവരം പറഞ്ഞത്. പിന്നീട് പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തായാലും അതിക്രൂരമായാണ് ഈ ഇരുവരെയും മാതാപിതാക്കളെ അജീഷ് കൊലപ്പെടുത്തിയത്. ഇയാൾ ലഹരിക്ക് അടിമയായതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇയാളെ ലഹരി വിമുക്ത കേന്ദ്രത്തിലൊക്കെ എത്തിച്ച് ചികിത്സയൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം വീട്ടിൽ തിരികെ ചെയ്യായിരുന്നു. എന്നാലും വീണ്ടും ഇയാൾ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ പതിവായി തുടരുകയും അങ്ങനെ വീട്ടിൽ നിരന്തരം വഴക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ അതിനുശേഷമാണ് ഇത്തരത്തിൽ സംഭവം നടക്കുന്നത്. എന്തായാലും ഈ പ്രതിയെ ഇപ്പോൾ മണിക്കൂർ മുമ്പ് ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ പ്രതി സംഭവം നടത്തിയ രീതികളൊക്കെ പോലീസിനോട് പറയുന്നുള്ള രീതിയാണ് എത്തിച്ചത്. എന്നാൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോഴും എത്തിയത്. താനല്ല ഈ കൃത്യം നടത്തി എന്നുള്ള രീതിയിൽ, അമ്മ എവിടെ എന്നുള്ള രീതിയിലൊക്കെ ഇയാൾ ചോദ്യം വീട്ടിലെത്തിയപ്പോൾ ചോദ്യം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഏതായാലും പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മറ്റു വാർത്തയിലേക്ക്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പദ്ധതിക്കായി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും റോൾസ് റോയ്സും കൈകോർക്കുന്നു. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന എഞ്ചിന്റെ രൂപകൽപ്പന, നിർമ്മാണം, വിതരണം എന്നിവയിലാണ് ഇരു സ്ഥാപനങ്ങളും പങ്കാളികളാകുന്നത്. പദ്ധതിയുടെ ഭാഗമായി എയ്റോസ്പേസ് ഗ്യാസ് ടർബൈൻ കോംപ്ലക്സിന്റെ രൂപകൽപ്പന റിലയൻസും റോൾസ് റോയ്സും ചേർന്ന് നിർവഹിക്കും. AMCA എഞ്ചിൻ വികസിപ്പിക്കുന്നതിന് മുൻനിര സാങ്കേതിക വിദ്യയും വ്യാവസായിക നിർവഹണ ശേഷികളും പ്രയോജനപ്പെടുത്തുന്ന പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ വികസിത് ഭാരത് എന്ന ദർശനത്തിലേക്കുള്ള സംഭാവനയാണ് എന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആനന്ദ് അംബാനി വ്യക്തമാക്കി. ഇന്ത്യയിൽ കരുത്തുറ്റതും സ്വാശ്രയ എയ്റോസ്പേസ് ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്ന അവസരത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് റോൾസ് റോയ്സ് PLCയുടെ CEO തുഫാൻ എർജിൻ ബിൽജിക് പറഞ്ഞു.
ഇന്ത്യയിലെ പ്രമുഖ ഫാഷൻ റീറ്റെയിൽ ബ്രാൻഡുകളിലൊന്നായ ട്രെൻഡ്സ് പ്രശസ്ത ഡിസൈനർ ബ്രാൻഡായ RK by ഋതുകുമാറുമായി സഹകരിച്ച് ഒരുക്കിയ പ്രത്യേക ഫെസ്റ്റീവ് കളക്ഷൻ അവതരിപ്പിച്ചു. ഓണമാഘോഷങ്ങൾക്ക് മുന്നോടിയായി കേരളത്തിന്റെ പാരമ്പര്യ സൗന്ദര്യവും സമകാലിക ഫാഷൻ ട്രെൻഡുകളും ഒരുമിക്കുന്നതാണ് ഈ പ്രത്യേക കളക്ഷൻ. കൊച്ചിയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിലായിരുന്നു ഫെസ്റ്റീവ് കളക്ഷന്റെ അവതരണം. ഡിസൈനർ ഫാഷന്റെ പ്രത്യേക അനുഭവം കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിസൈനർ ബ്രാൻഡായ RK by ഋതുകുമാറുമായുള്ള ട്രെൻഡ്സിന്റെ സഹകരണം. കേരളത്തിന്റെ തനതായ ആഘോഷ പാരമ്പര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഐവറി, ഓഫ് വൈറ്റ്, ഗോൾഡ് എന്നീ ഓണത്തിന്റെ പരമ്പരാഗത നിറങ്ങളെ സമകാലിക ഫാഷൻ കാഴ്ചപ്പാടിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് പുതിയ കളക്ഷൻ. സമ്പന്നമായ ഫാബ്രിക്കുകൾ, മനോഹരമായ ഗോൾഡ് എംബ്രോയിഡറി, സൂക്ഷ്മമായ അലങ്കാര പണികൾ, ആധുനിക സിലുവേറ്റുകൾ എന്നിവയാണ് കളക്ഷന്റെ പ്രധാന സവിശേഷതകൾ. പാരമ്പര്യത്തിന്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ ഫാഷൻ ബോധമുള്ള സ്ത്രീയുടെ വ്യക്തിത്വത്തിനും ശൈലിക്കും അനുയോജ്യമായ രീതിയിലാണ് കളക്ഷൻ ഒരുക്കിയിരിക്കുന്നത്. ഓണം പാരമ്പര്യത്തിൽ ആഴമായി വേരൂന്നിയ ആഘോഷമാണെങ്കിലും അതിനെ ആഘോഷിക്കുന്ന രീതികളും ഫാഷൻ കാഴ്ചപ്പാടുകളും കാലത്തിനനുസരിച്ച് മാറുകയാണെന്നും കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഡിസൈനർ ലെഡ് ഫെസ്റ്റീവ് ഫാഷന്റെ അനുഭവം ലഭ്യമാക്കുക എന്നതാണ് ഈ സഹകരണത്തിന്റെ ലക്ഷ്യമെന്നും ട്രെൻഡ്സ് വക്താക്കൾ അറിയിച്ചു. Caught my attention, and I thought that was very different, very distinctive from the other shops and other brands that I've seen, right? And the fun part about Trends is that you can walk into the store and you know that it's going to fit in your budget, and I love that feeling. Trends ഇന്ത്യയിലെ പ്രമുഖ ഫാഷൻ റീറ്റെയിൽ ബ്രാൻഡുകളിലൊന്നും റിലയൻസ് റീറ്റെയിലിന്റെ ഭാഗവുമാണ്. രാജ്യത്തുടനീളം ശക്തമായ സാന്നിധ്യമുള്ള ട്രെൻഡ്സ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രങ്ങൾ, ആക്സസറികൾ എന്നിവ ഉൾപ്പെടുന്ന വിപുലമായ ഫാഷൻ ശ്രേണിയാണ് അവതരിപ്പിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രുചിയും ഗുണമേന്മയും എത്തിച്ചുകൊണ്ട് പൊൻകദർ ഫുഡ്സിന് പുതിയൊരു ചുവടുവെപ്പ് കൂടി. മാറിവരുന്ന ഫാസ്റ്റ് മൂവിംഗ് ജീവിതശൈലിക്ക് അനുയോജ്യമായി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും രുചിയിലും ഗുണമേന്മയിലും മികവുറ്റതുമായ 7 പുതിയ ഉൽപ്പന്നങ്ങളാണ് പൊൻകദർ വിപണിയിലെത്തിക്കുന്നത്. മില്ലറ്റ്സും പച്ചക്കറികളും ഉൾപ്പെടുത്തി ചേർത്ത പ്രിസർവേറ്റുകളില്ലാതെ തയ്യാറാക്കുന്ന ഇൻസ്റ്റന്റ് ഇടിയപ്പം ശ്രേണിയാണ് ഈ പുതിയ ഉൽപ്പന്നങ്ങളുടെ പ്രധാന ആകർഷണം. പരമ്പരാഗത കേരളീയ ഭക്ഷണത്തിന്റെ രുചി നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിന് അനുയോജ്യമായ രീതിയിലാണ് പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പുതിയ ശ്രേണിയിൽ ഇൻസ്റ്റന്റ് ഇടിയപ്പം വൈറ്റ്, റാഗി ഇടിയപ്പം, ചെമ്പ ഇടിയപ്പം, കോൺ ഇടിയപ്പം, റെയിൻബോ ഇടിയപ്പം, അതോടൊപ്പം പരമ്പരാഗത രുചിയുടെ പ്രത്യേകതയുമായി വറുത്തരയും മാംഗോ ചമ്മന്തിയും. പൊൻകതിറിന്റെ ഈ പുതിയ ഉൽപ്പന്നങ്ങൾ പാരമ്പര്യവും ആധുനിക സൗകര്യവും ഒരുമിക്കുന്ന പുതിയൊരു ഭക്ഷണാനുഭവമാണ് നൽകുന്നത്. 10 മിനിറ്റാണ് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ പരമാവധി ചെലവാക്കുന്നത്. എന്നാൽ ഈ ഭക്ഷണം പാചകം ചെയ്യുന്നതിനായിട്ട് 2 മുതൽ 4 മണിക്കൂറാണ് ഒരു മലയാളി കിച്ചണിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാചകം 2 മിനിറ്റ് കൊണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പൊൻകതിർ 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഇൻസ്റ്റന്റ് ഇടിയപ്പം, ഇൻസ്റ്റന്റ് ഉപ്പുമാവ്, അതേപോലെ തന്നെ വറുത്തര, 2 മിനിറ്റ് ഓവനിൽ വെച്ച് ചൂടാക്കിയെടുക്കാവുന്ന ഫ്രോസൺ ഐറ്റംസും അതേപോലെ റിട്രോട്ട് ഐറ്റംസും മലയാളികൾക്കായി ഈ ഓണക്കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഈ കളർ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം തോന്നൂലേ, എന്തെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും കാണുമ്പോൾ തന്നെ അറിയാനുള്ള ആളുകൾക്ക് ഇത് സംശയമായിട്ട് തോന്നും. പക്ഷേ നമ്മളിത് നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. എന്താണോ നമ്മൾ ഒരു ക്യാരറ്റിൽ നിന്ന് കിട്ടുന്നത് അത് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് ആക്കിയിരിക്കുന്നത്. അത് പൗഡറാക്കി നമ്മളതിനെ പ്രത്യേകം ട്രീറ്റ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. പുതിയ 7 ഉൽപ്പന്നങ്ങളുമായി പൊൻകതിർ പുതിയ രുചികൾ, പുതിയ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. പാരമ്പര്യത്തിന്റെ രുചിയിൽ നിന്ന് ആധുനിക ഭക്ഷണശീലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഗുണമേന്മയ്ക്ക് മുൻതൂക്കം നൽകിയാണ് പൊൻകതിറിന്റെ പുതിയൊരു മുന്നേറ്റം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.